അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഹ്ലു തസ്തരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഒരു മജൂസിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. സഹ്ലു തസ്തരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലെ പ്രമുഖരായ ധാരാളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാതൃക ആക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സഹ്ലു തസ്തരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് ഒരു മജൂസിയായ അയൽവാസി ഉണ്ടായിരുന്നു. തൊട്ടടുത്താണ് രണ്ടാളുടെ വീട്. ബഹുമാനപ്പെട്ടവർ രോഗബാധിതനായി തൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ ഇനി ഏതായാലും തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് മനസ്സിലാക്കി ആ സമയത്ത് തൻ്റെ മക്കളോട് പറഞ്ഞു, തൻ്റെ അയൽവാസിയായ മജൂസിയെ ഒന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മജൂസിയായ മനുഷ്യന് ബഹുമാനപ്പെട്ടവർ അരികിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ കാര്യമായ ഒരു വിഷയം പറഞ്ഞു കൊടുത്തു. ഓ കൂട്ടുകാരാ, നിൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സ്ഥലത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ വീട്ടിൽ നിന്നുള്ള എല്ലാ കച്ചരകളായ എല്ലാ വെള്ളങ്ങളും എൻ്റെ പറമ്പിലേക്കാണ് വരുന്നത്. അത് എത്രയോ കൊല്ലങ്ങളായി ഞാൻ അതിനെ ശേഖരിച്ചുകൊണ്ട് ആർക്കും അറിയാത്ത രീതിയിൽ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയാണ്. അങ്ങനൊരു ബുദ്ധിമുട്ട് കുറേ കാലങ്ങളായി, പക്ഷേ ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല. ഏതായാലും എൻ്റെ ഒരു കൂട്ടുകാരനാണല്ലോ, എൻ്റെ ഒരു അയൽവാസിയാണല്ലോ, നിന്നോട് പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കുന്നത് എനിക്കത്ര റാഹത്തായി തോന്നിയില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ പറയാത്തത്. ഇനി ഞാൻ ഏതായാലും മരണപ്പെടാൻ പോവുകയാണല്ലോ. അപ്പോൾ എൻ്റെ മക്കൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവരെന്നാലും ഞാൻ സബുറെടുത്തതുപോലെ അവരങ്ങനെ സബുർ ഉൾക്കൊള്ളണം ഇല്ലല്ലോ. അതുകൊണ്ട് നീ ആ കാര്യമൊന്ന് ശരിപ്പെടുത്തണം, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ആ മജൂസിയായ മനുഷ്യൻ അത്ഭുതപ്പെട്ടുപോയി. എത്രയോ വർഷങ്ങളായി, എത്രയോ കൊല്ലങ്ങളായി അദ്ദേഹം ആ സ്ഥലം പോയി നോക്കി. ഒരു മനുഷ്യന് പോലും സബറെടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ കച്ചരകളൊക്കെയും ബഹുമാനപ്പെട്ട സഹ്ലു തസ്തരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയിക്കാത്തത് അവിടെ ഒരു ബക്കറ്റ് വെച്ച് അത് ഫുള്ളായപ്പോൾ ബഹുമാനപ്പെട്ടവർ വേറൊരു സ്ഥലത്തേക്ക് അതിന് വയ്ക്കുമായിരുന്നു. ഇതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവം. ഇത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. എന്ന് മാത്രമല്ല, ഇതൊരു സ്വഭാവ കാരണത്താൽ ആ മനുഷ്യൻ അവിടെ നിന്ന് ഇസ്ലാം വാങ്ങി എന്നും ചരിത്രകാർ പറയുന്നു. കാരണം ഇത്രമാത്രം ഒരു നല്ലൊരു ആശയം അദ്ദേഹത്തിനിക്ക് എവിടെ നിന്ന് കിട്ടി? അതേ, അദ്ദേഹം വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ ആ സുന്ദരമായ കാഴ്ചപ്പാട് കൊണ്ടല്ലേ ഇയാൾ ഇത്ര സമയം എന്നോട് സബറെടുത്തത്. ഒരാൾക്കും സബറെടുക്കാൻ സാധ്യതയില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് അതിലാണ് എനിക്കും സന്തോഷം കൊള്ളേണ്ടതെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവരുടെ കയ്യിലായിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. നോക്ക്, ഇതാണ് മഹാന്മാരുടെ ജീവിതം കണ്ട് എത്രയോ ആൾക്കാർ നന്നാവുകയാണ്. അതേ, അവരുടെ സ്വഭാവം നാം ഒന്ന് ശ്രദ്ധിക്കണം. എത്രമാത്രം അല്ലാഹുവിൻ്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ ആരെയും ഇങ്ങോട്ടെത്ര വിഷമം അവർ സഹിച്ചാലും അങ്ങോട്ട് വരാതെയും അവർ വേദനിപ്പിക്കില്ല, വരാളം അവർ വിഷമിപ്പിക്കില്ല. ഇതാണ് മഹാന്മാരുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.